നമസ്കാരം. പ്രധാന വാർത്തകൾ. തലസ്ഥാനത്ത് പടക്ക വിൽപ്പനശാലയ്ക്ക് തീപിടിച്ചു. വൻ ശബ്ദത്തിൽ പൊട്ടിത്തെറി. നന്ദിയോട് പടക്ക വിൽപ്പനശാലയ്ക്ക് തീപിടിച്ചുണ്ടായ അപകടത്തിൽ ഉടമയ്ക്ക് ഗുരുതര പരിക്ക്. ആലമ്പാറയിൽ പ്രവർത്തിക്കുന്ന ശ്രീമുരുക പടക്ക വിൽപ്പനശാലയിലാണ് തീപിടിച്ചത്. ഉടമസ്ഥൻ ഷിബുവിനാണ് പൊള്ളലേറ്റത്. വീടിന് സമീപം അകലെയാണ് ഗോഡൌൺ പ്രവർത്തിച്ചിരുന്നത്. ഗുരുതരമായി പരിക്കേറ്റ ഷിബുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയി. രാവിലെ 10:30ഓടെയാണ് അപകടമുണ്ടായത്. പെട്ടെന്ന് വലിയ പൊട്ടിത്തെറി ശബ്ദമുണ്ടായി. ഉടൻ തീ പടർന്നു പിടിച്ചുവെന്നുമാണ് സമീപവാസികൾ പറയുന്നത്. സംഭവം നടക്കുന്ന സമയത്ത് ഉടമസ്ഥൻ മാത്രമായിരുന്നു സ്ഥലത്തുണ്ടായിരുന്നെന്നാണ് വിവരം. തീപിടുത്തത്തിനുള്ള കാരണം വ്യക്തമല്ല. സ്ഥലത്ത് ഫയർഫോഴ്സും പോലീസ് സംഘവും ഉണ്ട്. തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ മറ്റാരെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. മലപ്പുറത്ത് സ്കൂൾ വാൻ മറിഞ്ഞ് അപകടം. 11 പേർക്ക് പരിക്ക്. മലപ്പുറം ഒഴുകൂർ കുന്നത്താണ് അപകടമുണ്ടായത്. കുമ്പളപ്പറമ്പിലെ ABC സ്കൂളിന്റെ വാനാണ് മറിഞ്ഞത്. അപകട സമയം ഡ്രൈവറും അധ്യാപകരും 7 കുട്ടികളുമാണ് ബസ്സിലുണ്ടായിരുന്നത്. ഇവർക്ക് സാരമായ പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. സംസ്ഥാനത്ത് പുതുക്കിയ മഴ മുന്നറിയിപ്പ്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പുതുക്കിയ മഴ മുന്നറിയിപ്പ് പ്രകാരം 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് 8 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു. ആസിഫ് അലിയെ അപമാനിച്ച സംഭവം. വിശദീകരണം തേടി ഫെഫ്ക. നടൻ ആസിഫ് അലിയെ അപമാനിച്ച സംഭവത്തിൽ സംഗീതജ്ഞൻ രമേശ് നാരായണനോട് വിശദീകരണം തേടി ഫെഫ്ക മ്യൂസിക് യൂണിയൻ. ഇന്നലെയാണ് ഫെഫ്കയുടെ ഭാഗമായ മ്യൂസിക് യൂണിയൻ രമേശ് നാരായണനോട് വിശദീകരണം തേടിയത്. മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വിശദീകരണക്കുറിപ്പിൽ രമേശ് അറിയിച്ചതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കോട്ടയം വെച്ചൂർ പഞ്ചായത്തിൽ പക്ഷികളുടെ വിൽപ്പന നിരോധിച്ചു. നടപടി പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ. കോട്ടയം വെച്ചൂർ പഞ്ചായത്തിൽ പക്ഷികളുടെ വിൽപ്പന നിരോധിച്ചു. വെച്ചൂർ പഞ്ചായത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെയാണ് നടപടി. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നവരെ നിരോധനം തുടരുമെന്നാണ് വിവരം. പക്ഷിപ്പനിയുടെ പശ്ചാത്തലത്തിൽ ആലപ്പുഴയിൽ കോഴി, താറാവ് വിപണനത്തിന് 8 മാസത്തേക്ക് കൂടി നിരോധനം ഏർപ്പെടുത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നറിയിച്ച് കോഴി, താറാവ് കർഷകർ ഇന്നലെ രംഗത്തെത്തിയിരുന്നു. കള്ളിംഗ് നടത്തിയതിന്റെ നഷ്ടപരിഹാരം ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും കടക്കണിയിലാണെന്നും മന്ത്രിയുമായി ചർച്ച നടത്താൻ തയ്യാറാകണമെന്നും കർഷകർ അറിയിച്ചു. കർഷകരുടെ യോഗം വിളിക്കാൻ മന്ത്രി തയ്യാറാകണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. ചർച്ച നടത്തിയില്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്നും കർഷകർ മുന്നറിയിപ്പ് നൽകി.